നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭിന്നശേഷി വാരാചരണം നടത്തിയത്. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബ് അവതരണവും സംഘടിപ്പിച്ചു. ചുവപ്പ് ബലൂണുകളുമായി വിദ്യാർത്ഥികളടക്കം റാലിയിൽ പങ്കെടുത്തു. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിനെ ഓവറോൾ 1ാം സ്ഥാനം. LP മിനി വിഭാഗം, കിഡ്ഡീസ് വിഭാഗം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയാണ് ഓവറോൾ വിജയം കരസ്ഥമാക്കിയത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭിന്നശേഷി വാരാചരണം നടത്തിയത്. സ്കൂളിൽ നടന്ന ദീപശിഖ പ്രയാണം പ്രിൻസിപ്പൽ പ്രീതി വോഗീസ് ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് റൂമുകളിൽ നമ്മുടെ സ്കൂളുകളിൽ നമുക്കറിയാം പലരും പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള കുട്ടികളാകാം. പലരും വീൽ ചെയർ ഉപയോഗിക്കുന്നവരുണ്ട്. ചിലര് ആശയവിനിമയ ഉപകരണങ്ങളിൽ കൂടിയായിരിക്കാം നമ്മളോട് സംസാരിക്കുന്നത്. ചിലര് ലേണിംഗ് ഡിഫറൻസസ് ഉള്ളവരുണ്ടാകാം. ആരൊക്കെയായാലും നമ്മുടെ സ്കൂളിൽ നമ്മളെല്ലാവരെയും നമ്മുടെ സൗഹൃദങ്ങളിലും നമ്മുടെ വരാന്തകളിലും നമ്മുടെ ക്ലാസ് മുറികളിലും എല്ലാം നമ്മൾ അവരെ എപ്പോഴും ചേർത്ത് പിടിക്കുന്നവരാണ്. നമ്മുടെ ഒരു ചെറിയ കാത്തുനിൽപ്പ്, ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഒപ്പം ഓടിയെത്താൻ അവർക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു ചെറിയ കാത്തുനിൽപ്പ്, ചിലപ്പോൾ നമ്മുടെ ഒപ്പം അവർക്ക് പഠിച്ചെത്താൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു ചെറിയ പിന്താങ്ങ്, ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു അനുഭവമാണ്. മാത്രമല്ല അവരുടെ സ്കൂൾ അനുഭവങ്ങളിൽ അത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിട്ട് മാറും. അപ്പൊ അങ്ങനെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മുടെ കൂടെയുള്ളവരിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ ഉള്ളവരുണ്ടെങ്കിൽ അവരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങളിൽ നമുക്ക് എപ്പോഴും സഹായിക്കാൻ സാധിക്കണം. ബാൻഡ് വാദ്യത്തോടെ ചുവൂർ CALP സ്കൂൾ വിദ്യാർത്ഥികൾ ഭിന്നശേഷി വിദ്യാർത്ഥികളെ വരവേറ്റു. NCERT ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം വരച്ച സംസ്ഥാനതല അംഗീകാരം നേടിയ KR രേവതി വലിയ ക്യാൻവാസിൽ വർണ്ണവിസ്മയം തീർത്തു. SPC NSS വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് അവതരണം കുട്ടികൾക്ക് ആവേശമായി. തുടർന്ന് ചേർപ്പ് BRCയിലെ അധ്യാപകർ അവതരിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. BRC പരിശീലക ഡോക്ടർ സോണിയ വിശ്വം തെരുവ് നാടകത്തിന് നേതൃത്വം നൽകി. BPC KR ബിനി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TG തോമസ് എന്നിവർ സംസാരിച്ചു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബ് അവതരണവും സംഘടിപ്പിച്ചു. ചുവപ്പ് ബലൂണുകളുമായി വിദ്യാർത്ഥികളടക്കം റാലിയിൽ പങ്കെടുത്തു. അമ്മാടം സെന്ററിൽ നിന്ന് ബോധവൽക്കരണ റാലിയോടെയാണ് എയ്ഡ്സ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ചുവപ്പ് ബലൂണുകളുമായി വിദ്യാർത്ഥികളടക്കം റാലിയിൽ അണിനിരന്നു. റാലി പിന്നീട് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ സ്കിറ്റ് അവതരണവും നടത്തി. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ സുജിത്ത്, പ്രധാനാധ്യാപകൻ CM ജോഷി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോമൽ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ എന്നിവർ ലോക എയ്ഡ്സ് ദിനാചരണത്തിൽ പങ്കെടുത്തു.
ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിനെ ഓവറോൾ 1ാം സ്ഥാനം. തലൂർ ദീപ്തി സ്കൂൾ ഗ്രൗണ്ടിലാണ് കായികമേള നടന്നത്. LP മിനി വിഭാഗം, കിഡീസ് വിഭാഗം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയാണ് ഓവറോൾ വിജയം കരസ്ഥമാക്കിയത്. ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിനുള്ള ട്രോഫി സമ്മാനിച്ചു. പ്രധാനാധ്യാപകൻ രാജീവ് കുമാർ, അധ്യാപകരായ പ്രശാന്ത്, രജിത, കവിത ചന്ദ്രൻ, രാഗി, ധ്വനി എന്നിവർ ട്രോഫി ഏറ്റുവാങ്ങി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അവണിശ്ശേരി യൂണിറ്റ് സമ്മേളനം സൊസൈറ്റി ഹാളിൽ നടന്നു. AKTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത റോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരെ ചേർക്കാൻ ശ്രമിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഭാവിയിൽ ഇന്നെ ബുദ്ധിമുട്ടുകളുണ്ട്, ആയതുകൊണ്ട് നമുക്കൊരു ക്ഷേമനിധി ഉണ്ടെങ്കിൽ മരണം വരെ നമുക്ക് എന്ത് ലഭിക്കും? ഒരു പെൻഷൻ കിട്ടും. നമ്മുടെ സംഘടന അതിന് അങ്ങനെ സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സംഘടനയിൽ നിന്ന് ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റൊരു സംഘടനയിലും ലഭിക്കാത്ത ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏത് സംഘടനയാണ് അവകാശവാദത്തിന് ആനുകൂല്യം തരുന്നത്? നമ്മുടെ സംഘടനയിൽ തന്നെ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മാസത്തിലൊരിക്കൽ നമ്മുടെ മീറ്റിംഗ് വെച്ചാൽ വരാൻ പറ്റാത്ത ആളുകൾ ആഴ്ചയിൽ ഒരു കുടുംബശ്രീ യോഗത്തിന് എല്ലാവരും പോകുന്നുണ്ട്. ആ കുടുംബശ്രീ യോഗത്തിന് പോകുമ്പോൾ നമുക്കറിയാമോ നമ്മളുടെ സംഘടനയിൽ ലഭിക്കുന്ന ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഉണ്ടോ? അങ്ങനെ കിട്ടുന്നുണ്ടോ? നമുക്ക് ചികിത്സാ ആനുകൂല്യത്തിന് കിട്ടുന്നുണ്ട് അല്ലേ? അവകാശ മരണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആനുകൂല്യം, ഇതൊക്കെ നേടിത്തരുന്നതാണ് നമ്മുടെ സംഘടന. തന്നെയുമല്ല, നമുക്ക് വായ്പാ സംവിധാനമാണ് നമ്മുടെ സംഘടനയിൽ. സുതാര്യമായിട്ടുള്ള വായ്പാ സംവിധാനമാണ് നമുക്ക് തരുന്നത്. ഇതും മറ്റു സംഘടനകളിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം പറഞ്ഞു വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പുതിയ മെമ്പർമാരെ ചേർത്തിക്കൊണ്ടുവരാൻ. പക്ഷെ നമ്മുടെ SHGകളിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട്. 16 മെമ്പർമാർ എൻ്റെ SHGയിലുണ്ട്. ഞങ്ങൾ നല്ല രീതിയിലാണ് സംഘം നടത്തി പോകുന്നത്. ഇനി ഒരൊറ്റ മെമ്പർമാർ ഞങ്ങളുടെ സംഘത്തിലേക്ക് വരണ്ട, അതുകൊണ്ട് ഞങ്ങളുടെ സംഘത്തിൽ ആരും ചേർക്കുന്നില്ല. അതായിരിക്കും ചിലർ പറയും. 20 മെമ്പർമാർ എൻ്റെ SHGയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി പുതിയൊരാളെ ചേർക്കുന്നില്ല, കാരണം മിനിറ്റ്സിൽ 20 പേരെയാണ് കൊള്ളുള്ളൂ. അങ്ങനെയും പറയുന്ന കൺവീനർമാരുണ്ട്. പോരാ, 20 ആയാലും 21 ആയാലും 22 ആയാലും നമ്മൾ എന്ത് ചെയ്യുക? മെമ്പർമാരെ ചേർത്തി കൊണ്ടുപോരാ. ഇത് കഴിഞ്ഞ് ഇവരെ നമുക്ക് ഒരു ഗ്രൂപ്പാക്കി 10 പേരടങ്ങുന്ന ഒരു SHG ആക്കി മാറ്റണം. അവരെ സമ്പാദ്യശീലമുള്ളതാക്കി മാറ്റുക. യൂണിറ്റ് പ്രസിഡന്റ് ജയലക്ഷ്മി അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം ജയാശ്രീ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി രമേശ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ സ്മിജ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ, പാറളം യൂണിറ്റ് പ്രസിഡന്റും ഏരിയ വൈസ് പ്രസിഡന്റുമായ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ വിവിധ വിഷയങ്ങളിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം നടന്നു. പെരിഞ്ചേരി ALP സ്കൂളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. AKTA ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ ഷൈല ജോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങളുണ്ട്. അത് അംഗമരണം, അവകാശ മരണം, ചികിത്സ, പലതരം ചികിത്സയുണ്ട്. ചികിത്സ, വിവാഹം, സ്കോളർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BA, BSc, BCom റിസൾട്ട് കിട്ടി പാസ്സായവർക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ 15 തരം ആനുകൂല്യങ്ങളുണ്ട്. അത് സ്വാതന പദ്ധതി നമ്മുടെ സംഘടന തനതായി തുടങ്ങിയത് ഒന്നാണ്. സ്വാതന പദ്ധതി ക്ഷേമനിധിയിൽ നിന്ന് നമ്മൾ പൈസ അടച്ച് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് പെൻഷനും ആനുകൂല്യങ്ങളും കിട്ടുന്നതിന് ക്ഷേമനിധി. ഇത് രണ്ടും രണ്ടാണെന്നുള്ള ബോധ്യം നമ്മുടെ ഓരോ മെമ്പർമാർക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ 3 വർഷം കഴിയുമ്പോഴാണ് സമ്മേളന ഫണ്ട് വാങ്ങുന്നത് അല്ലേ? എത്ര രൂപ വാങ്ങി നിങ്ങളുടെ കയ്യിൽ നിന്ന്? 100 രൂപ അല്ലേ? 100 രൂപ വെച്ച് 3 വർഷം കഴിയുമ്പോൾ നമ്മൾ സമ്മേളന ഫണ്ട് വാങ്ങുന്നത്. അത് ഘട്ടം ഘട്ടമായി ഓരോ തലങ്ങളിലേക്ക് അതിന് വിഹിതം കൊടുത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് കിട്ടുന്നത് വെറും 10 രൂപയാണ്. ഈ ഒരു ഫണ്ടാണ് 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മെമ്പർമാരിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് CA ഉണ്ണി അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സിന്ധ്യ റിപ്പോർട്ടും ട്രഷറർ പ്രീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കുറുക്കഞ്ചേരി ഏരിയ സെക്രട്ടറി ജിഷ ആദിത്യൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, നെടുപുഴ യൂണിറ്റ് സെക്രട്ടറി ബിന്ദു മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചു. ഞായറാഴ്ചയാണ് വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചത്.
തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഷിജു ചിരിയങ്കണ്ടത്ത് വിശ്വാസ പരിശീലന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് എക്സലൻസ് ഗ്രേസ് അവാർഡ് നേടിയ പഴുവിൽ സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ.എ. ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. പഴുവിൽ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, സിസ്റ്റർ ഡെൻസി ഡേവിസ്, കൈക്കാരൻ ആൻഡ്രൂ ചാലിശ്ശേരി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ പോളി ജോൺസൺ, PTA പ്രസിഡന്റ് ഷേണോ തട്ടിൽ, ജനറൽ കൺവീനർ പൈലി ആന്റണി, സ്റ്റാഫ് സെക്രട്ടറി റിനു ബാബു, സ്കൂൾ ലീഡർ TS റോസ്വെൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 2024-25 വർഷത്തിൽ വിശ്വാസ പരിശീലന പരീക്ഷകളിൽ 1ഉം 2ഉം സ്ഥാനം ലഭിച്ചവർ, എൻഡോമെന്റിന് അർഹരായവർ വിശ്വാസ പരിശീലന ക്ലാസുകളിലും തുടർന്നുള്ള ദൈവദർശൻ ക്യാമ്പുകളിലും മുടങ്ങാതെ പങ്കെടുത്തവർ, രാജ്യത്വ തിരുനാളിന് വിവിധ കലാപരിപാടികൾ വിജയികളിലായവർ എന്നിവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് നിലവിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കുവാനായിട്ടാണ് UDFിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പുതുമുഖത്തെയാണ് ഈ കുറി UDF കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. LDFിൻ്റെ കോട്ട തകർത്ത് UDF ഈ കുറി വൻ വിജയം നേടുമെന്ന് തന്നെയാണ് അണികളുടെ അടക്കം പൂർണ്ണമായും ഒരു വിശ്വാസം. എന്തു തന്നെയാണെങ്കിലും ഈ കുറി വലിയൊരു വാശിയേറിയൊരു പോരാട്ടം തന്നെയായിരിക്കും ഈ ഒരു വാർഡിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുകയാണ്. പേരടക്കം ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ഫൈസൽ PS 17ാം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പുതുമുഖത്തെയാണ് ഈ കുറി UDF മുന്നിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അങ്ങയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒരു രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ എങ്ങനെയാണ്? പൊതുജന സേവന രംഗങ്ങളിലൊക്കെ എങ്ങനെയാണ് അത് ചെയ്തത്? ഞാൻ UDFിൻ്റെ യൂത്ത് കോൺഗ്രസിൽ കൂടെയാണ് നിലവിൽ ഇതായിട്ട് വന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് നിലവിൽ തുടരുന്നു. ഈ പഞ്ചായത്തും പ്രത്യേകിച്ച് ഈ ഒരു വാർഡിലെ അത്യാവശ്യം ജനങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണല്ലേ? അതെ. 2018 പ്രളയകാലത്തായാലും അതിൻ്റെ മുമ്പായാലും ഞാൻ 18 വയസ്സ് തൊട്ടിട്ട് തന്നെ ഈ പൊതു രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. മഹൽ കമ്മിറ്റിയുമായിട്ടും മറ്റുള്ള ഇതിലുമായിട്ടും പൊതു രംഗത്ത് സജീവമാണ്. തീർച്ചയായിട്ടും അത് ഒരു ആത്മവിശ്വാസം വലിയ തോതിൽ തരുന്നുണ്ട്. ആത്മവിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങളിലെ മെമ്പർമാർ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾക്ക് ഇക്കുറി നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. നമുക്കറിയാൻ പറ്റും, സിറ്റിംഗ് സീറ്റാണ്, LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അത് പിടിച്ചെടുക്കുക എന്നതാണ് വലിയൊരു ദൗത്യമാണ് UDFിൻ്റെ ഒരു ടീമിനുള്ളത്. എങ്ങനെയാണ് ഈ ജനങ്ങളുമായിട്ടുള്ള ഈ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ വീടുകളിലേക്കൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? അവരുടെ പ്രതികരണം വളരെ നമുക്ക് അനുകൂലമാണ്. കോൺഗ്രസിന് അനുകൂലമാണ്, ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഈ വാർഡ് 17ാം വാർഡ് ഇന്നും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു. ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമായിട്ട് വന്നതെന്ന് വെച്ചാൽ PS ഫൈസലിനെ പോലെ നല്ലൊരു സ്ഥാനാർത്ഥിനെ കിട്ടിയെന്നുള്ളതാണ്. അവൻ യാതൊരു ഭാരവാഹിത്യം ഇല്ലാത്ത കാലത്തും യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാർഡിലെ എല്ലാ കാര്യത്തിലും സജീവമായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് 2018 പ്രളയത്തിൽ ആരും പറയാതെ വളരെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒഴുക്കിൽ പെട്ട് നിൽക്കുമ്പോൾ പ്രളയത്തിൻ്റെ നടുക്ക് നിൽക്കുമ്പോൾ അവിടെയെല്ലാം പോയിട്ട് ആൾക്കാരെ രക്ഷിച്ചു കൊണ്ടുവരാനും വഞ്ചി ഏർപ്പാടാനും എല്ലാത്തിനും ഓടിച്ചാടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ സജീവ സാന്നിധ്യമാണ്. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പുതുമുഖമാണെങ്കിലും ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയും. ഈ 17ാം വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് നമുക്ക് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ സാങ്കേതികമായ കാരണങ്ങളെ കൊണ്ട് ഇവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിനോട് നമ്മളെല്ലാവരും വാർഡ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് യോഗം കൂടിയപ്പോൾ മത്സരിക്കാൻ ആരാഗ്രഹിക്കുന്നു അവരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ പേര് പറയുകയും അദ്ദേഹത്തിൻ്റെ പേര് പറയും. അദ്ദേഹം സ്വമേധയെ പിന്മാറിപ്പോയതാണ്. ഞാൻ ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു സ്ഥാനാർത്ഥിനെ കുറിച്ച് ചിന്തിച്ചതും ഫൈസലിനെ കൊണ്ടുവന്നതും. പക്ഷേ ഇവിടെ നിലവിലുള്ള വാർഡ് പ്രസിഡന്റ് VS സലീമും ഈ PH ചെറുമ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കൂടിയിട്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ അവരെല്ലാം ആർക്കായാലും കഴിയില്ല. ഞങ്ങൾ ജയിക്കുന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കുറി ഇത് പിടിച്ചെടുത്തേ മതിയാവൂ, ആ ഒരു വീറും വാശിയിൽ തന്നെയാണ്.
പ്രവർത്തനം വലിയ തോതിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 3ഉം 4ഉം ഘട്ടത്തിലേക്കൊക്കെ നിങ്ങൾ പ്രചരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഘടകം എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഒരു വാർഡ് തിരിച്ചു കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഘടകം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ജനങ്ങൾ തികച്ചും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, മതേതര ചിന്തയുള്ള ആൾക്കാരാണ്, എല്ലാവരും ഒരേ സഹോദരന്മാരെ പോലെ കാണുന്നവരാണ്. തീർച്ചയായും ഫൈസലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആർജവം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ സമൂഹത്തിന് ഇതിൽ മുമ്പ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രളയകാലത്തും അതിനു മുമ്പും അതിന് ശേഷവും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തന രംഗത്ത് ഫൈസൽ വളരെ ആത്മാർത്ഥമായി എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ആത്മാർത്ഥത ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്നാണ് വിശ്വാസം. എങ്ങനെ നല്ലൊരു ആവേശത്തിലല്ലേ? നല്ലൊരു ആവേശത്തിലാണ്. ത്രിതല പഞ്ചായത്തിലെ 17ാം വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കും. ഫൈസലിൻ്റെ നേതൃത്വത്തിൽ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ ചില ആളുകൾ വിമർശിക്കുന്നുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എൻ്റെ ചിഹ്നം മാറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില വിമതരുണ്ട്. അതിനെ വെല്ലുവിളിച്ചോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോഴും ഞങ്ങളത് ഫൈസലിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഫൈസൽ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി 17ാം വാർഡ് പിടിച്ചെടുക്കും. ഇവിടെ വിമതരായിട്ട് പ്രവർത്തിക്കുന്നവരെ പാർട്ടി 6 വർഷത്തേക്ക് പുറത്താക്കിയിട്ടുള്ളതാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ലിസ്റ്റുകൾ അടുത്ത് തന്നെ പ്രസിദ്ധപ്പെടുത്തും. ഇവിടെ പാർട്ടിയുടെ എത്ര വലിയ ഉന്നതരായാലും പാർട്ടിക്ക് പുറത്താണ്. അവർ 6 വർഷത്തിന് ശേഷം മാത്രമേ ഈ പാർട്ടിക്ക് പ്രവേശിക്കുള്ളൂ. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. 15 വർഷം കഴിഞ്ഞാലും അവർ ഈ പാർട്ടിയിലേക്ക് കയറുന്നതല്ല. ഈ 17ാം വാർഡിനെ സംബന്ധിച്ചോളം ഒരു ഊർജ്ജസ്വലനായ ഒരു പുതുരക്തത്തിനെയാണ് ഇന്നിൻ്റെ ആവശ്യം. അതുകൊണ്ട് ഈ 17ാം വാർഡിൽ നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥി ഈ ഫൈസലിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനെല്ലാവരും ഞങ്ങൾ ഒത്തൊരുമിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാവരും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രവാസി എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നാട്ടിലൊരു കാര്യമായിട്ട് ഫൈസലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആദ്യം അത് ഏത് പാതിരാത്രി വിളിച്ചാലും അദ്ദേഹം ഇറങ്ങി വരും, പ്രവർത്തിക്കും. ഈ പ്രളയകാലത്തായാലും മറ്റുള്ള നമ്മുടെ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഏതും ജനങ്ങളുടെ വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നത് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ്. അതിലൊരു എന്താ പറയുക, സ്വാർത്ഥമായിട്ടുള്ള മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു പ്രവർത്തകൻ. അപ്പോൾ ഒരു യുവ നേതാവ് ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ ഞങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ട് വരുന്ന ഇപ്പോഴത്തെ യുവാക്കൾക്ക്, ജൻസികൾക്ക് ഇഷ്ടപ്പെടുന്ന പിള്ളേർ വരുന്നത് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ആവേശത്തോടു കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യം, UDFനെ സംബന്ധിച്ച് പുതുമുഖങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൽ യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ ക്യാപ്ഷൻ തന്നെ നല്ല രസം, നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നമ്മളിൽ ഒരാളായ എന്നൊക്കെ ആ ഒരു ക്യാപ്ഷനൊക്കെ പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് ജനകീയമായൊരു മുഖമാണ്. ഫൈസലെ, താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർഡിന് ആദ്യ പരിഗണന കൊടുക്കുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം, അതായത് ഇവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയ ആണ്. ആ വെള്ളപ്പൊക്കം തടയാനായിട്ട് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ കുടിവെള്ളത്തിനായിട്ട് നമ്മളൊരു വാട്ടർ ടാങ്കാണ് ഇപ്പോൾ നമ്മൾ കുടിവെള്ളം ആശ്രയിക്കുന്നത് ആറാട്ടുപുഴയിൽ നിന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വെള്ളം കിട്ടില്ല. അതായത് 24 hours അവർക്ക് വെള്ളം കിട്ടുന്ന രീതിയിലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള. കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും, അതാണ് പ്രഥമ പരിഗണന. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് ശാസ്ത്രീയമായിട്ടുള്ള അവർക്ക് എല്ലാ കൊല്ലവും വെള്ളം കയറുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെ നടപടി സ്വീകരിച്ചിട്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരിടും. എന്ത് തന്നെയാണെങ്കിലും ചെർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡ് തീ പാറുമെന്നതിൽ ഒരു സംശയവുമില്ല. കനത്ത ഒരു മത്സരം തന്നെയാണ്. 3 മത്സരാർത്ഥികളും, പ്രത്യേകിച്ച് UDF ഒരു പിടിയോടെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ശക്തമായൊരു നേതൃത്വ നിരയൊക്കെയുണ്ട്. അശോകനടക്കമുള്ള ആളുകളുടെയൊക്കെ ഒരു നേതൃത്വ നിരയും എനിക്ക് തോന്നുന്നു പഴയ ആ പ്രവർത്തകരുടെ ഊർജ്ജസ്വലതയേക്കാൾ ഉപരി പ്രവൃത്തി പരിചയവും പുതുതലമുറയുടെ ആ ഒരു ഇതും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ UDF വളരെ മുന്നിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്തായാലും മറ്റുള്ള പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. മാതൃകുല ധർമ്മരക്ഷ ആശ്രമത്തിൽ 41ാമത് മഹാചണ്ഡാള ജയന്തി ആഘോഷിക്കും. ഡിസംബർ 3, 4, 5 തീയതികളിൽ വിവിധ പരിപാടികളോടെയാണ് ആഘോഷം.
പിന്നോക്ക വിഭാഗങ്ങൾക്കായി നിരന്തരം പ്രവർത്തിച്ചു വരുന്നതാണ് മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം. എല്ലാവരും ഒന്നാണെന്നും എല്ലാറ്റിലും ഈശ്വര ചൈതന്യമുണ്ടെന്നും പ്രചരിപ്പിക്കുന്നതിനാണ് മഹാചണ്ഡാള ജയന്തി ആഘോഷിക്കുന്നത്. ഡിസംബർ 3 ബുധനാഴ്ച വൈകിട്ട് 6:30 അഞ്ചേരി ശ്രീ പടുവൻ മഠം തന്ത്രവിദ്യാപീഠത്തിൽ ദീപാരാധന നടക്കും. തുടർന്ന് മലവാര കർമ്മങ്ങളോടെ ജയന്തി ചടങ്ങുകൾക്ക് തുടക്കമാകും. ഡിസംബർ 4 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ ഒല്ലൂർ ചീരാച്ചി കമ്മ്യൂണിറ്റി ഹാളിൽ യതിപൂജ, കുഴിക്കുത്തി കഞ്ഞികുടി, സർവദർശന സമഭാവന സദസ്സ്, നടനോത്സവം എന്നിവ നടക്കും. മാതൃകുലം മാധ്യമശ്രീ പുരസ്കാരം രോഹിത് അപ്പാക് മീഡിയയ്ക്കും, മാതൃകുല കർമ്മശ്രേഷ്ഠ പുരസ്കാരം രാധാകൃഷ്ണ IPSനും, മാതൃകുലം അപരാജിത പുരസ്കാരം ശ്രീ നാഗ സൈരന്ദ്രി ദേവിക്കും സമർപ്പിക്കും. ഡിസംബർ 5 ശ്രീ പടുവൻ മഠം തന്ത്രവിദ്യാപീഠത്തിൽ രാവിലെ 6:30 ആരംഭിക്കുന്ന ആദിമാർഗ മണ്ഡലകാല വ്രതാരംഭത്തോടെ ഈ വർഷത്തെ മഹാചണ്ഡാള ജയന്തി ആഘോഷങ്ങൾ സമാപിക്കും. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കായികമേള ഇൻഫിനിറ്റോ സംഘടിപ്പിച്ചു. കായിക അധ്യാപകനും ഇന്ത്യൻ അത്ലറ്റ് ലെവൽ 1 ടെക്നിക്കൽ ഒഫീഷ്യലുമായ UP ഹരിദാസ് സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ നിന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, സ്പോർട്സ് ക്യാപ്റ്റൻ ഇഷാൻ കൃഷ്ണ, K ജലീഷിന് ദീപശിഖ കൈമാറി. വിവിധ സ്പോർട്സ് പരിപാടികളെ സമന്വയിപ്പിച്ച് വിദ്യാർത്ഥികളൊരുക്കിയ പ്രദർശനം ശ്രദ്ധേയമായി. മാനേജർ C രാഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, TC തിലകൻ എന്നിവർ സംസാരിച്ചു. 2 ദിവസമായി നടക്കുന്ന സ്പോർട്സ് മീറ്റിൽ 700-ലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ പുതിയ ആസ്ഥാന മന്ദിരം തുറന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ശാഖ പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷനായി. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് പ്രാർത്ഥനാ ഹാൾ ഉദ്ഘാടനം ചെയ്തു. 80 വയസ്സു പിന്നിട്ട മുൻ ഭാരവാഹികളായ അശോകൻ കൊല്ലാറ, ഷൺമുഖൻ തൊഴുത്തും പറമ്പിൽ എന്നിവർക്കുള്ള സ്നേഹാദരം വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. അമ്പലനട ശാഖ സ്ഥാപക സെക്രട്ടറിയായിരുന്ന EPC രാജൻ, ദീർഘകാലം സെക്രട്ടറിയായിരുന്ന OK ദിവാകരൻ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുധീപ് നിർവഹിച്ചു. നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി മുഖ്യാതിഥിയായി. SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ, നാട്ടിക യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷീജ മൗസ്മി, പ്രസിഡന്റ് ബിന്ദു മനോജ്, നാട്ടിക യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് VP പ്രഭാശങ്കർ, ചാവക്കാട് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റ് വിനോദൻ നെല്ലിപ്പറമ്പിൽ, യൂണിയൻ കമ്മിറ്റി മെമ്പർ EG ചന്ദ്രബോസ്, യൂണിയൻ കൗൺസിലർ CS ഗണേശൻ, ശാഖാ സെക്രട്ടറി KR ബൈജു, വൈസ് പ്രസിഡന്റ് ഷീന പ്രകാശൻ എന്നിവർ സംസാരിച്ചു. വെള്ളാങ്ങല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ തീപിടുത്തം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന് മുൻപിലാണ് സംഭവം. വെള്ളാങ്ങല്ലൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കുടുംബം സഞ്ചരിച്ച ഫോക്സ് വാഗൻ കാറിലാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച വൈകിട്ട് 7:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. വെള്ളാങ്ങല്ലൂർ വളപ്പകത്ത് വീട്ടിൽ ബിനു, നവിത ദമ്പതികളായിരുന്നു കാർ യാത്രികർ. പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് കാറിന്റെ ബോണറ്റിൽ നിന്ന് ശക്തമായ രീതിയിൽ പുക ഉയർന്നു. ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ കാറിൽ നിന്നിറങ്ങി പെട്രോൾ പമ്പിലേക്ക് ഓടിക്കയറി. തൊട്ടുപിന്നാലെ കാർ പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. കാറിൽ നിന്ന് ഉടൻ തന്നെ പുറത്തിറങ്ങിയത് ദുരന്തമൊഴിവാക്കി. തുടർന്ന് സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റും പോലീസും ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് UDF കൺവെൻഷൻ നടന്നു. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് ചെയർമാൻ PK മുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി CA ജലീൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ, അഡ്വക്കേറ്റ് PH മഹേഷ് എന്നിവർ മുഖ്യാതിഥികളായി. 22ാം വാർഡ് സ്ഥാനാർത്ഥി ഷാഹിർ പഴുംപറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സലീം പുറക്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീബ സതീശൻ, PK നജുമുദ്ദീൻ, അനസ് അബൂബക്കർ, CJ ജോഷി, KK ശേഖരൻ, TK ഉബൈദ്, KD രാജു, PM മജീദ, KB ഫൈസൽ, ഷിഹാബ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. പക്ഷാഘാതം തളർത്തിയ മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലേകി എടമുട്ടം ആൽഫ. ജൂലിയറ്റ് ഇഗ്നേഷ്യസ് എന്ന വൃദ്ധ ഇനി മുതൽ ആൽഫ ആഷിസ് കെയറിലെ അന്തേവാസിയാണ്. ജീവിതത്തോട് പടപൊരുതിയിട്ടും വിധി തളർത്തിയതാണ് 61-കാരി ജൂലിയറ്റ് ഇഗ്നേഷ്യസിനുള്ള അനുഭവം. മാതാപിതാക്കളും 3 സഹോദരിമാരും ഉൾപ്പെട്ട കുടുംബത്തിലെ അംഗം. 9ാം ക്ലാസ് പഠനത്തിനിടെ പിതാവിന്റെ വേർപാട്. 20ാം വയസ്സിൽ വിവാഹിതയായെങ്കിലും ജൂലിയറ്റിന്റെ ജീവിതം അധികനാൾ നീണ്ടുനിന്നില്ല.
ഭർത്താവുമായി പിണങ്ങിയ ഇവർ മകളുമായി വീട്ടിൽ തിരിച്ചെത്തി. പിന്നീട് അമ്മയുടെ സംരക്ഷണയിലായി ജൂലിയറ്റിന്റെയും മകളുടെയും ജീവിതം. പിന്നീട് മകളെ അമ്മയെ ഏൽപ്പിച്ച് ജോലി തേടി ഇവർ UAE-യിലെത്തി. 4 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതത്തിനിടെ പക്ഷാഘാതം ഇവരെ തളർത്തി. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ ജൂലിയറ്റ് ബോധരഹിതയായി വീഴുകയായിരുന്നു. തുടർന്ന് ദുബായ് അൽ റാഷിദ് ആശുപത്രിയിൽ ചികിത്സ. ഇവരെ തിരിച്ചറിയാനുള്ള യാതൊരു വിവരവും ആശുപത്രി അധികൃതർക്ക് ലഭിച്ചില്ല. 1 വർഷം നീണ്ട ചികിത്സയ്ക്കിടെ ഓർമ്മ തിരിച്ചുകിട്ടിയെങ്കിലും തുടർന്നുള്ള സംരക്ഷണത്തിന് നിയമപരമായ തടസ്സമുണ്ടായിരുന്നു. തുടർന്ന് ദുബായ് കോൺസുലേറ്റ് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടു. ഇതിനിടെ ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ ചെയർമാൻ KM നൂർദീനുമായി ജൂലിയറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു. സമാനമായ അവസ്ഥയിൽ മറ്റ് 2 പേർക്ക് ആൽഫയിൽ പാലിയേറ്റീവ് പരിചരണം നൽകുന്നുണ്ടായിരുന്നു. തുടർന്ന് ആൽഫ ചെയർമാന്റെ സമ്മതത്തോടെ നവംബർ 26-ന് ദുബായ് കോൺസുലേറ്റ് അധികൃതർക്കൊപ്പം ജൂലിയറ്റിനെ നെടുമ്പാശ്ശേരിയിലെത്തിച്ചു. അവിടെ നിന്നാണ് ഇവർ ആൽഫയിലെ അന്തേവാസിയായുള്ള പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതെന്ന് ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ പറഞ്ഞു. ഇംഗ്ലീഷ്, തമിഴ് തുടങ്ങിയ വിവിധ ഭാഷകൾ അനായാസേന ഇവർ കൈകാര്യം ചെയ്യും. ആൽഫയിലെ വിശ്രമജീവിതം ഇവർക്കേറെ ആഹ്ലാദം പകരുന്നതായി. ഇതിനിടയിലും മകളെയും മറ്റു ബന്ധുക്കളെയും ഒരിക്കലെങ്കിലും കാണണമെന്ന മോഹം ഇവർക്കുണ്ട്. ഇതിനിടെ മകളുമായി ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ കഴിയില്ലെന്നുള്ള മറുപടി വയോധികയായ ജൂലിയറ്റിനെ സങ്കടത്തിലാക്കി. പരസഹായത്തോടെയാണെങ്കിലും ഇവർക്കിപ്പോൾ നടക്കാനാകുന്നുണ്ട്. ബന്ധുക്കൾ ആരെങ്കിലും തന്നെ തേടിയെത്തുമെന്ന കാത്തിരിപ്പിലാണ് ജൂലിയറ്റ് ഇഗ്നേഷ്യസ് എന്ന ആൽഫയിലെ അന്തേവാസി. കൂരിക്കുഴിയിൽ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളുടെ ആണ്ട് നേർച്ചയും റിഫായി റാത്തിബും നടത്തി. കൂരിക്കുഴി 18 മുറി ചാരം അങ്കണത്തിലാണ് ആണ്ട് നേർച്ചയും റിഫായി റാത്തിബും നടന്നത്. തിങ്കളാഴ്ച രാവിലെ നടന്ന മൗലീദ് മജ്ലിസിന് കൂരിക്കുഴി മഹല്ല് ഖത്തീബ് സയ്യിദ് ജാഫർ സ്വാദിഖ് തങ്ങൾ, ജാറ മസ്ജിദ് ഇമാം ജാബിർ അൽ ഫാലിലി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്ഷണ വിതരണം നടന്നു. ഇമ്പിച്ചിക്കോയ തങ്ങൾ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. രാത്രി റിഫായി റാത്തീബ് നടന്നു. ചേർപ്പ് ചേനം സ്വദേശി പാറക്കോട്ട് വളപ്പിൽ വീട്ടിൽ പരേതനായ ബാലകൃഷ്ണൻ മകൻ അനിലൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം വടൂക്കര ശ്മശാനത്തിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,960 രൂപ, പവന് 95,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഭിന്നശേഷി വാരാചരണം നടത്തിയത്. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ റാലിയും ഫ്ലാഷ് മോബ് അവതരണവും സംഘടിപ്പിച്ചു. ചുവപ്പ് ബലൂണുകളുമായി വിദ്യാർത്ഥികളടക്കം റാലിയിൽ പങ്കെടുത്തു. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിനെ ഓവറോൾ 1ാം സ്ഥാനം. LP മിനി വിഭാഗം, കിഡ്ഡീസ് വിഭാഗം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയാണ് ഓവറോൾ വിജയം കരസ്ഥമാക്കിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.